മക്കൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് യൂണിറ്റുകൾ നമ്മൾ പഠിക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. മക്കൾ നോക്ക്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അപവർത്തനാങ്കത്തിന്റെ യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. മറന്നാണ് ഇനി യൂണിറ്റ് ഒന്നും എഴുതാൻ നിൽക്കരുത്. റിലേറ്റീവ് ഡെൻസിറ്റി ആപേക്ഷിക സാന്ദ്രത, അതിനും എന്തില്ല, യൂണിറ്റ് ഇല്ല, നോ യൂണിറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. ആക്സിലറേഷൻ ത്വരണത്തിന്റെ യൂണിറ്റ് നമ്മൾ 8ാം ക്ലാസ് പഠിച്ചാണ്, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ആരും തെറ്റിക്കരുത്. ഇനി മൊമെന്റത്തിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ഓർത്തിരിക്കുക. ചേഞ്ച് ഇൻ മൊമെന്റം ആയാലും മൊമെന്റ് വ്യത്യാസമായാലും ഒരേ യൂണിറ്റ് ആണ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. പക്ഷേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് വ്യത്യാസത്തിന് നിരക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് ചെറിയൊരു മാറ്റം ഉണ്ട്. എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. താഴെ ഭാഗത്ത് സെക്കൻഡ് സ്ക്വയർ എന്ന് വരും, തെറ്റിക്കരുത് മക്കളെ. ഇനി ഫോഴ്സ്, ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. ബലത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ എന്ന് ഓർത്തിരിക്കുക. ഇനി വെയിറ്റ്, ഭാരത്തിന്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ ആണ്. കറക്റ്റ്, ഒരു വസ്തുവിന്റെ ഭാരം എന്ന് പറഞ്ഞാൽ അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ ആണ്. പക്ഷെ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം എന്ന് ഓർത്തിരിക്കുക. ഇനി വർക്ക്, പ്രവൃത്തി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ജൂൾ ആണ്. പ്രവൃത്തി യൂണിറ്റ് എന്താണ്? ജൂൾ എന്ന് ഓർത്തിരിക്കുക. ഇനി പവർ എന്ന് പറഞ്ഞാൽ പവറിന്റെ യൂണിറ്റ് വാട്ട് എന്ന് ഓർത്തിരിക്കുക. ചാർജിന്റെ യൂണിറ്റ് കുളമ്പ് എന്ന് എഴുതും, പക്ഷെ കുളം എന്ന് വായിക്കാം. ഇനി കറണ്ടിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആംപിയർ. കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? ആംപിയർ ആണ്. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം എന്ന് ഓർത്ത് വയ്ക്കുക. റെസിസ്റ്റൻസ്, പ്രതിരോധത്തിന്റെ യൂണിറ്റ് എന്താണ്? ഓം. അപ്പൊ ഈ യൂണിറ്റുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറ്റ് മാടുതോ.